മക്കയിലുള്ളവർ പോലും ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള പരിശോധനയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്കയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നത്. മക്കയിലേക്കുള്ള പ്രത്യേക പെർമിറ്റ് ഇല്ലാത്തവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്ഷം റിയാൽ വരെ പിഴയും ജയിൽ ശിക്ഷയും നാടുകടത്തലുമാണ് ശിക്ഷ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ജനവിഭാഗമായ മുസ്ലിങ്ങളുടെ മഹാസംഗമമാണ് ഹജ്ജ്. ഈ വിശുദ്ധ തീർത്ഥാടനം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെ മക്കയിലേക്ക് എത്തിക്കുന്നു. ഹജ്ജ് കാലം ആഗതമാകുമ്പോൾ സൗദി അറേബ്യ വൻ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ചാണ് അള്ളാഹുവിന്റെ അതിഥികളെ സ്വീകരിക്കുന്നത്. ഈ ഒരുക്കങ്ങൾ യുദ്ധസമാനമാണ്. സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾ പോലും ഇതിനായി രംഗത്തിറങ്ങുന്നു. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ സേവനത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഹജ്ജ് സമയമാകുമ്പോൾ മക്കയിലേക്ക് ഒഴുകിയെത്തും. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ടാകും. ഓരോ വർഷവും ഹജ്ജ് സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കും. ഇന്ന് ഹജ്ജ് ഹൈടെക് സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെയാണ്. റോബോട്ടിക്സ്, AI സംവിധാനങ്ങൾ വ്യാപകമായി ഹജ്ജിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകാൻ ഇവ സഹായിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഹജ്ജിനെ വെല്ലുവിളിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഹജ്ജിൽ സൂര്യാതപം മൂലം 1000-ലധികം തീർത്ഥാടകർ മരണപ്പെട്ടിരുന്നു. ഇവരിൽ 80% അനധികൃതമായി ഹജ്ജ് നഗരിയിലേക്ക് പ്രവേശിച്ചവരാണ്. ഹജ്ജ് മന്ത്രാലയത്തിന്റെ കണക്കിൽപ്പെടാത്തവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാറില്ല. താമസം, ഭക്ഷണം, യാത്രാ സൗകര്യങ്ങൾ എന്നിവ ഔദ്യോഗികമായി ക്രമീകരിക്കപ്പെടുന്നു. അതായത് മുൻകൂട്ടി പണമടച്ച് ഹജ്ജ് പെർമിറ്റ് എടുത്ത് ഹജ്ജ് നഗരിയിൽ എത്തുന്നവർക്കായിരിക്കും എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുക. ഇവർ നിൽക്കുന്ന പ്രദേശത്തേക്ക് മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ അനധികൃതമായി എത്തുന്ന ഹാജിമാർ പലരും റോഡുകളിലോ വഴിയരികിലോ തങ്ങി നിൽക്കും. കനത്ത ചൂടിൽ ഇവർ തളർന്നു വീഴും. ഇതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് ടെന്റുകളോ ഷെൽട്ടറുകളോ ലഭ്യമാകാറില്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തവണ ഒരു മാസം മുന്നേ തന്നെ സൗദി അറേബ്യ മക്കയിലേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു മാസം നേരത്തെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സൗദിയിലേക്കുള്ള അതിർത്തി ചെക്ക് പോയിന്റുകളിലും സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഹാജിമാർ മക്കയിൽ എത്തുന്നതിന് ഒരാഴ്ച മുമ്പേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മക്കയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഹജ്ജ് പെർമിറ്റ്, മക്ക എൻട്രി പെർമിറ്റ്, മക്കയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഇഖാമ എന്നിവ ഉള്ളവർക്ക് മാത്രമാണ് നിലവിൽ മക്കയിലേക്ക് പ്രവേശനം. ഉംറ വിസയിൽ എത്തിയവരോട് ഏപ്രിൽ 29-നകം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ മക്കയിൽ സമാനതകളില്ലാത്ത പരിശോധനകൾ ആരംഭിച്ചു. സൗദിയിലെ വിവിധ മേഖലയിൽ നിന്നും എത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമാണ്. മക്കയിലെ തെരുവുകളും താമസ കെട്ടിടങ്ങളും ലേബർ ക്യാമ്പുകളും വരെ പരിശോധനയിലുണ്ട്. മഫ്തി പോലീസും സുരക്ഷാ പരിശോധനയുടെ ഭാഗമാകുന്നു. നിയമലംഘകർക്ക് 20,000 റിയാൽ വരെയാണ് പിഴ. അനധികൃതമായി ഹജ്ജിനായി ഹാജിമാരെ മക്കയിലേക്ക് എത്തിക്കുന്നവർക്ക് 1,00,000 റിയാൽ പിഴയും വിദേശികൾക്ക് നാടുകടത്തലും ശിക്ഷയായുണ്ട്. സന്ദർശക വിസയിൽ മക്കയിൽ താമസിക്കുന്നവർക്കും അവരെ താമസിപ്പിക്കുന്നവർക്കും കർശന നടപടി ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിന് പിന്നാലെ ഹറമിൽ സംഭവിച്ചത് കാണുക. മക്ക ഹറം ആളൊഴിഞ്ഞു. റോഡുകളിൽ തിരക്ക് കുറഞ്ഞു. കഅബയുടെ മുറ്റത്തിന്റെ ഒഴിഞ്ഞ ചിത്രങ്ങൾ കോവിഡ് കാലത്തെ ഓർമ്മിപ്പിച്ചു. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നിലവിൽ ഹാജിമാർ എത്തിക്കഴിഞ്ഞു. അവരെത്തി മണിക്കൂറുകൾക്കകം ഹറമിന്റെ മുറ്റം വീണ്ടും നിറയും. ഇത്തവണ ഹജ്ജിന് ആദ്യം എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. അവരിലെ ആദ്യ സംഘം 8 ദിനം മദീനയിൽ പൂർത്തിയാക്കി മക്കയിലേക്ക് എത്തും. സ്വകാര്യ ഗ്രൂപ്പ് വഴിയുള്ള മലയാളി ഹാജിമാരും ഇന്നു മുതൽ മക്കയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് കഅബയുടെ മുറ്റത്ത് 4 വരിയിലായിരുന്നു വിശ്വാസികൾ ഉണ്ടായിരുന്നത്.
ഹാജിമാരല്ലാത്തവർക്ക് ഉംറ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ജൂൺ 11 ശേഷം മാത്രമായിരിക്കും സൗദിക്കകത്തുള്ളവർക്കും സൗദികൾക്കും വിദേശത്തു നിന്നും എത്തുന്നവർക്കുമെല്ലാം ഉംറ ചെയ്യാൻ ഇനിയുള്ള അനുമതി. മക്കയിലെ ഓരോ തെരുവുകളിലും നടക്കുന്ന പരിശോധനയിൽ പലരും പരിഭ്രാന്തരാണ്. ഉദ്യോഗസ്ഥരെത്തുമ്പോൾ തുറക്കാത്ത വാതിലുകൾ സിവിൽ ഡിഫൻസിന്റെ സഹായത്തോടെ വരെ തുറന്ന് അനധികൃതമായി ആരും തങ്ങുന്നില്ല എന്നും പരിശോധനയിലൂടെ ഉറപ്പാക്കുന്നു. വ്യാജ ഹജ്ജ് പെർമിറ്റ് സൃഷ്ടിക്കുന്ന പല കേന്ദ്രങ്ങളും ഇതിനകം അടപ്പിച്ചു കഴിഞ്ഞു. മക്ക ഇങ്ങനെയെല്ലാം ഇതുവരെ പരിചിതമല്ലാത്ത പരിശോധനയിലാണ്. ഈ കർശനമായ ക്രമീകരണങ്ങൾ പക്ഷേ ഹജ്ജ് തീർത്ഥാടകർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും. അള്ളാഹുവിന്റെ അതിഥികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. സൗദി അറേബ്യയുടെ ഈ ശ്രമങ്ങൾ ഹജ്ജിനെ കൂടുതൽ സുരക്ഷിതമാക്കും. إن الحمد والنعمة لك الملك